അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവു പൂ കെട്ടാനായിട്ട് രേവതിക്ക് കുറച്ച് പൂവൊക്കെ കൊടുന്നു കൊടുക്കുന്നുണ്ട്, അമ്മ തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേവു പൂ കൊടുക്കുന്ന സമയത്ത് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ രേവതി പറയാണ്. ഇങ്ങനെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് ശ്രുതി സംസാരിച്ചു. സച്ചേട്ടനാണെങ്കിൽ ദേഷ്യപ്പെട്ട് സുധിയുടെ വിരലൊടിച്ചു എന്നൊക്കെ ദേവുവിൻ്റെ അടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവുവിൻ്റെ കാര്യം നമുക്കറിയാലോ. ദേവു പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, കിട്ടേണ്ടത് തന്നെയായിരുന്നു. നമ്മളെ അന്ന് അമ്പലത്തിൽ വെച്ച് നാണം കെടുത്തിയത് സുധിയല്ലേ, അതുകൊണ്ട് എന്തായാലും അങ്ങനെ തന്നെ വേണം. ഇവര് സംസാരിക്കുന്നത് ചന്ദ്ര മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം കേട്ട് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാണ്. മോളെ, നിനക്കിന്ന് കോളേജിൽ പോണ്ടേ, മോള് പൊക്കോ എന്ന് ശരിയെന്ന് രേവതി പറഞ്ഞ് നേരെ അടുക്കളയിലോട്ട് പോവാണ്. ഈ സമയത്ത് ചന്ദ്ര ദേഷ്യത്തോടെ അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. എന്താടി, നിന്റെ അനിയത്തിയോട് നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ അനിയത്തിയോട് പറഞ്ഞ് അമ്മയോട് പറയാനാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ. എന്ത് പറഞ്ഞില്ല എന്ന് എൻ്റെ മോൻ്റെ കൈയൊടിഞ്ഞത് നിനക്ക് വലിയ രസമായിട്ടാണല്ലേ തോന്നുന്നത്? നീ അത് വലിയ കാര്യത്തില് അവളെടുത്ത് പറഞ്ഞല്ലോ. അവളാണെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നും പറഞ്ഞു. നീയും അങ്ങനെ തന്നെ സമ്മതിക്കല്ലേ ചെയ്തത്? നിന്റെ അനിയത്തി ഉണ്ടല്ലോ, നിന്നേക്കാ വലിയ സാധന. നിന്റെ നാവിനേക്കാ വലിയ നാവാണ് നിന്റെ അനിയത്തിക്ക്. അമ്മ വെറുതെ ദേവുവിനൊന്നും പറയണ്ട. അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവൾ എന്താ ചെയ്യാത്തത്? അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എങ്ങോട്ട് വരുന്നത്? ശ്രീകാന്തിനോട് തട്ടിയും മുട്ടി നിന്ന് സംസാരിക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം പറയാം, നിന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റി, അത് കരുതി നിന്റെ വീട്ടുകാർക്കൊരു വിചാരമുണ്ട്, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ നിന്റെ അനിയത്തെയും ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന്. അതൊക്കെ നിന്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. അല്ലെങ്കിലും നിനക്ക് ഈ വീട്ടിൽ വരാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിരിക്കില്ല. നിന്റെ അച്ഛൻ നിന്റെ കല്യാണം കഴിയണമെന്ന് കരുതിയിട്ട്, വേണമെന്ന് കരുതിയിട്ടായിരിക്കും എൻ്റെ രവിയേട്ടൻ്റെ ബസ്സിൻ്റെ മുൻപിൽ ചെന്ന് ചാടിയത്. അങ്ങനെ മരിച്ച കാരണല്ലേ നീ ഞങ്ങളെ വീട്ടിലോട്ട് കയറി വന്നത്. അതല്ലെങ്കിൽ നീ വല്ല കരിമ്പ് ജ്യൂസുകാരനോ അങ്ങനെ ആരുടെയെങ്കിലും കൂടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കാം. അമ്മേ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആരെക്കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞോ. എൻ്റെ അനിയത്തെക്കുറിച്ച് പറഞ്ഞാലും ഞാനത് ക്ഷമിക്കും. പക്ഷേ എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരില്ലായിരുന്നു. ഓ, നിന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ? നീ ഒന്ന് പോടി. നിന്റെ അച്ഛൻ വേണമെന്ന് കരുതിയിട്ടാ എൻ്റെ രവിയേട്ടൻ്റെ വണ്ടിയുടെ മുൻപിൽ ചാടി മരിച്ചത്. അത് നീ ആദ്യം മനസ്സിലാക്ക്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വല്ല കരിമ്പ് ജ്യൂസുകാരനോ അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാരായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞേനെ. ഈ വീട്ടിൽ വന്നിട്ട് നിന്റെ അഹങ്കാരം കണ്ടോ? അടങ്ങി ഒതുങ്ങി ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഒരു ഭാഗത്ത് നിന്നാ നിനക്ക് നന്നു. അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് അങ്ങ് പോകേണ്ടി വരും. ഞാനെന്തിനാ പോകുന്നത്? എനിക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ. ഏത് നിമിഷം നിന്റെ ഭർത്താവ് തന്നെ നിന്നെ വേണ്ടാന്ന് പറയും. ഇപ്പൊ തന്നെ നീ കാരണം അവൻ്റെ കാറ് നഷ്ടപ്പെട്ടു, എന്തൊക്കെ കാര്യങ്ങളുണ്ടായി. ഇനി എത്രയും വേഗം അവൻ തന്നെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടാക്കി തരും. അപ്പം നിനക്ക് മനസ്സിലാവുമെന്ന് ചന്ദ്ര പറയാണ്. ഇത് കേട്ട് രേവതിക്ക് ആകെ സങ്കടാവാണ്. അച്ഛനെ കുറിച്ച് പറഞ്ഞതോർത്ത് രേവതി പൊട്ടിക്കരയുന്നുണ്ട്. സങ്കടം സഹിക്കാനാവാതെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് രേവതി. അങ്ങനെ ഒരു കുടം വെള്ളം തലയിലൊഴിച്ച് രേവതി ശയനപ്രദക്ഷിണം ചെയ്യാണ്. ഇത് കണ്ട് അമ്മയും ദേവും വരുന്നുണ്ട്. ദേവ് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ ചേച്ചി കാണിക്കുന്നത്? ചേച്ചിക്ക് എന്ത് പറ്റിയെന്നൊക്കെ. അങ്ങനെ അവിടെയുള്ള നമ്പൂതിരി പറയുന്നുണ്ട്, അവൾ ശയനപ്രദക്ഷിണം ചെയ്യട്ടെ, അവൾക്ക് എന്തോ ഒരു വിഷമം മനസ്സിൽ തട്ടിയിട്ടുണ്ട്, അത് കാരണം അത് മുഴുവനാക്കട്ടെ, നിങ്ങളിപ്പോൾ അവളെ വിളിക്കണ്ട എന്ന് പറയണം. അങ്ങനെ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യാണ്. ഈ സമയത്താണെങ്കിൽ ദേവു സച്ചിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ സച്ചി അമ്പലത്തിലോട്ട് വരികയാണ്. അങ്ങനെ രേവതിയോട് കാര്യം ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല രേവതി. എന്താ, ആരെങ്കിലും നിന്നെ എന്തെങ്കിലും വിഷമിപ്പിച്ചോ? എന്താ കാര്യം എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് മാത്രമാണ് രേവതി പറയുന്നത്. അങ്ങനെ രേവതിയുമായിട്ട് നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അമ്മയെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ രേവതിയെ പറഞ്ഞത്? എന്തു പറയാനാ? ഞാൻ എന്താ നിന്റെ ഭാര്യയെ പറയാൻ? നിങ്ങൾ പറയാതെ വേറെ ആരും ഇവളെ ഒന്നും പറയില്ല. രേവതി, നിനക്ക് എന്താ പറ്റിയെന്ന് ശ്രുതി ചോദിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നീയൊന്നും ചോദിക്കേണ്ട ശ്രുതി, എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നിന്നോടും കയർക്കാൻ വരും, അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ. അല്ല ആൻറ്റി, കണ്ടിട്ടെന്തോ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് ശ്രുതി പറയാണ്. നിങ്ങൾ പറ, എന്താ നിങ്ങൾ രേവതിയെ പറഞ്ഞത്? നിന്റെ ഭാര്യയെ ഞങ്ങൾ എന്തു പറയാനാ? നിന്റെ ഭാര്യ ആദ്യം ഇത് നിന്നോട് വന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. എന്താണ് ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറയാണ്. എന്താണ് ശ്രുതി, നീ ഇവളെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്തു പറയാനാ നിന്റെ ഭാര്യനെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ ഭാര്യനെ രാവിലെ എണീക്കുമ്പോ മുതൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് നടക്കല്ലേ ഞങ്ങള്? നീയല്ലേ 2 ദിവസം മുന്നേ ഇവളെ എല്ലാവരും മുൻപിൽ വെച്ചിട്ട് ചീത്ത പറഞ്ഞതും അപമാനിച്ചതും. ഇപ്പൊ ഇതാ ഇവളെ കയ്യിലെടുത്ത് നിൽക്കുന്നു. നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ എന്തും പറയും, അതെന്റെ ഭാര്യയാ എന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും ഇവളെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ചോദിക്കാതിരിക്കില്ല. ഞാൻ നിങ്ങളെടുത്ത് ഇവന്റെ കല്യാണത്തിനെന്ന് പറഞ്ഞതാ, ഇനി രേവതിയെ അതും ഇതും പറയാൻ നിൽക്കരുത് എന്ന്. വീണ്ടും ഇനി നിങ്ങളെ എന്തെങ്കിലും രേവതിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും, അത് നിങ്ങൾ മറക്കണ്ട.
ശ്രുതി നിനക്കല്ലേ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞത്, നീ ഷോപ്പിങ്ങിന് പൊക്കോ എന്ന് ചന്ദ്ര പറയാണ്. അങ്ങനെ ചന്ദ്രയെ ഉള്ളിലോട്ട് പോവാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ രേവതി നേരെ റൂമിലോട്ട് നടക്കുകയാണ്. തട്ടിത്തടഞ്ഞ് രേവതി അങ്ങ് വീഴാൻ പോവാണ്. എന്താ രേവതി ഇത്, സൂക്ഷിച്ച് നടക്കണ്ടേ എന്ന് സച്ചി പറയാണ്. അങ്ങനെ രേവതിയെ പിടിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. രേവതി അമ്പലത്തിൽ ശയനപ്രദക്ഷിണം ചെയ്ത കാരണം രേവതിക്ക് കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. എണീക്കാൻ വയ്യാതെ രാവിലെ തന്നെ രേവതി കിടക്കായിരിക്കും. അങ്ങനെ ചന്ദ്ര അടുക്കളയിൽ വന്ന് നോക്കുന്നുണ്ട്. ഭക്ഷണം ഒന്നും ആയി കാണില്ല. പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് ആഹാരങ്ങളൊന്നും ആയിട്ടില്ല, ഇവളിത് എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്രുതിയോടും പറയുന്നുണ്ട്, ഇവൾ ഇത്ര നേരമായിട്ട് ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഇവളിത് എന്താ ചെയ്യുന്നതെന്ന് പറയണ. അങ്ങനെ ശ്രുതിയെ കൂട്ടിയിട്ട് നേരെ രേവതിയുടെ റൂമിലോട്ട് പോവാണ്. രേവതിയാണെങ്കിൽ വെയ്യാതെ കിടക്കുകയാണ്. നീ എന്താടി കിടക്കുന്നത്? അത് പിന്നെ അമ്മേ, എനിക്ക് തീരെ വയ്യ, എണീക്കാൻ പോലും വയ്യ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങനെ എണീക്കാൻ വയ്ക്കുക, ഒരു ഭാഗത്ത് ഇങ്ങനെ കിടന്നാ എണീക്കാൻ വയ്ക്കോ? നീ പോയിട്ട് ഞങ്ങൾക്കുള്ള ആഹാരം റെഡിയാക്ക്, 1/2 മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാവണം. ശ്രുതിക്ക് പാർലറിൽ പോകാനുള്ളതാ, വേഗം റെഡിയാക്കെന്ന് പറയാണ്. ഈ സമയത്ത് വളരെ സങ്കടത്തോടു കൂടി തന്നെ രേവതി ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കാണ്. അങ്ങനെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇന്ന് ഫുഡ് തയ്യാറാക്കാം എന്ന് പറയാണ്. വേണ്ട വേണ്ട, അവൾ തന്നെ എണീറ്റ് വന്ന് തയ്യാറാക്കിക്കോളൂ എന്ന് ചന്ദ്ര പറയാണ്. വെയ്ക്കില്ലെങ്കിലും രേവതി പതിയെ എണീറ്റ് വന്ന് അവർക്കുള്ള ഭക്ഷണങ്ങളും ഉച്ചയ്ക്കുള്ളതും എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. വീണ്ടും ഒന്നും കഴിക്കാതെ തന്നെ രേവതി പോയി കിടക്കുകയാണ്. എണീറ്റ് നടക്കാൻ പോലും വയ്യാതെയാണ് രേവതി പോയി കിടക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാത്രി സച്ചി വരുന്നതാണ്. സച്ചി റൂമിലോട്ട് വരുമ്പോൾ രേവതി ക്ഷീണിച്ച് കിടക്കുകയായിരിക്കും. എന്തു പറ്റി രേവതി, എന്താ കാര്യം, നിനക്ക് പനിയുണ്ടോ എന്ന് പറഞ്ഞ് തൊട്ട് നോക്കുകയാണ്. ഇല്ലല്ലോ, എന്താ വയ്യായുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്തെങ്കിലും കഴിച്ചോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രേവതിയോട് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, നീയൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? രാവിലെ തൊട്ട് പട്ടിണിയായിരിക്കും. ഇവിടെ ആരും നിന്റെ കാര്യമൊന്നും നോക്കാൻ പോലും ഇല്ലല്ലോ. വെയ്യെങ്കിൽ എന്താ വെയ്യാത്തതെന്ന് ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ല. അങ്ങനെ സച്ചി വെള്ളം എടുക്കാൻ വേണ്ടി കുപ്പി എടുക്കുമ്പോൾ വെള്ളവും ഉണ്ടായിരിക്കില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ വെക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി അടുക്കളയിലോട്ട് പോകുമ്പോൾ ശ്രുതിയും ചന്ദ്രയും ശ്രുതിയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ, നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലേ? അവിടെ ഒരാൾ വെയ്യാതെ കിടക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? എന്താ വെയ്യാത്ത എന്ന് പോലും നിങ്ങളൊന്ന് പോയി ചോദിച്ചോ? നിങ്ങളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ? അവൾ രാവിലെ തൊട്ട് പച്ച വെള്ളം കുടിച്ചിട്ടില്ല, ഒരു വെള്ളം കുടിച്ചോ എന്ന് പോലും നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയാണ്. അതെന്താടാ, നിന്റെ ഭാര്യയ്ക്ക് വെയ്യെങ്കിൽ പറഞ്ഞൂടെ, മരുന്ന് കഴിച്ചാൽ മാറില്ലേ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ പാത്രം എടുത്ത് എറിയാൻ നിൽക്കുകയാണ്. എടാ എന്ന് ഉറക്കെ വിളിക്കുകയാണ് ചന്ദ്ര. നിങ്ങൾ എന്നെ ഒച്ച വെച്ച് പേടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ നിങ്ങൾക്ക് ചെയ്തു തരാറില്ലേ? ഒരു ദിവസം അവൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ എന്താ അവളോടൊന്ന് പോയി ചോദിക്കുക പോലും ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, ഈ ഭക്ഷണമൊക്കെ ആരാ തയ്യാറാക്കിയെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എല്ലാവരും. ചന്ദ്രയാണെങ്കിൽ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഈ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിയെന്ന്? അല്ല എന്ന് പറയാണ്. കണ്ടോ, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളും തയ്യാറാക്കി അവൾ അവിടെ പോയി കിടക്കുമ്പോൾ നീ ഒരു പെണ്ണല്ലേ, നിനക്കൊന്ന് പോയി ചോദിച്ചൂടെ എന്താ അവൾക്ക് എന്ന്? നീ ചോദിച്ചോ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് രേവതിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. രേവതിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. രേവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നോട് ഇത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നു, എനിക്ക് വയ്യാത്ത കാരണം അവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, എന്നോട് സ്നേഹം ഉണ്ടല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. നീ എന്താ രേവതി ഇവിടെ നിൽക്കുന്നത്? ഈ വെള്ളം കുടിക്കുക, നീ അവിടെ പോയിരിക്കുക, ഞാൻ പോയിട്ട് നിനക്ക് കഷായം തയ്യാറാക്കി വരാം, ഭക്ഷണം എടുത്തു വരാമെന്ന് പറഞ്ഞ് സച്ചി അടുക്കളയിലോട്ട് പോവാണ്.